നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത് അറിയോ? നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കാട്ടിക്കുളത്തേക്കാണ്. കാട്ടിക്കുളത്തേക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഉണ്ണിയപ്പവും ചായ ഉണ്ടാവും. കാരണം നല്ല അടിപൊളി മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്നൊരു വൈബ് തോന്നിയിട്ട് ഈ പ്രാന്തൊരു വൈബ് തോന്നിട്ട് പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള സുഹിത്തുണ്ട്, റംബുണ്ട്, നമ്മുടെ അമലുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കാം, അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ കേസ്. അങ്ങനെ നമ്മള് കാട്ടിക്കുളത്ത് എത്തിയിട്ടുണ്ട്. കാട്ടിക്കുളത്ത് നിന്ന് നമുക്കിനി കുറച്ച് ദൂരം കൂടി ഓളാവുള്ളൂ. നമുക്ക് പോകേണ്ടത് എങ്ങോട്ട് വെച്ചാൽ നമ്മുടെ കാട്ടിക്കുളം ഇവിടെ താഴെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ പനവള്ളി തിരുനെല്ലി അമ്പലം പോകുന്ന ആ വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാലും അടിപൊളി സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ബെച്ചിനഹള്ളി കനലൊക്കെ ഉള്ളത്. കർശനൂർ ഡാമിൻ്റെ ഒക്കെ കുറേ റീൽസിലൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്കൊക്കെ പോകുന്ന ആ വഴിയിലാണ്. നല്ല മഴയൊക്കെ പെയ്ത് നല്ല മൂടായി നിൽക്കുകയാണ് ഇപ്പോൾ, വേറെ ലെവല്. കാരണം ഒരു ഗ്രീനറി ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം, വല്ല ആനയോ മാനയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ വഴിയിലാണ് നമ്മുടെ ആ ചേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിലേക്ക് പോകാനുള്ളത്. ഇത് ഈ മഴക്കാലത്തൊക്കെ നല്ല ചായ കുടിക്കാൻ, നല്ല ഉണ്ണിയപ്പ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നേരെ പോകുന്നോളൂ വയനാട്ടിലേക്ക്. നല്ല അടിപൊളി ഏരിയ ആണ്. ഇതാണ് നമ്മുടെ വനം വകുപ്പിന്റെ ടിമ്പർ ഫോറസ്റ്റ്. ടിമ്പറുകൾ ശേഖരിച്ച് വെച്ച് ലേലത്തിൽ വിൽക്കുന്ന സ്ഥലം. നമ്മൾ കണ്ടു നമ്മുടെ ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയ അഴകുന്നതാണ് ഇതുപോലുള്ള പ്ലേസാണ്. കാരണം നമുക്ക് നൈസ് പാട്ടൊക്കെ ഇട്ട് നല്ല വൈബായിട്ട് സ്ലോ മോഷനിൽ വരാൻ പറ്റിയ ഏരിയയാണ്. ഡിപ്രഷൻ അടിക്കുന്നവർക്ക് ബെസ്റ്റാണ്. അതെ, ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവർക്കും ഒക്കെ അടിപൊളിയായിരിക്കും. അല്ല റംബോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട് ഡിപ്രഷൻ അടിക്കുമ്പോ. അത്രയ്ക്ക് ഡിപ്രഷനാണ് അവനൊക്കെ. എടാ കൈ രണ്ടെണ്ണം ഈ റൂട്ടിൽ രാത്രി വരികയാണെങ്കിൽ ഓടിച്ച് പണ്ടായത് ഞാൻ ഊർജ. നമ്മുടെ ഫ്രണ്ടിലൊരു ആനവണ്ടി പോകുന്നുണ്ട്, വെള്ള നിറത്തിലുള്ള മലബാർ. നമ്മുടെ മുമ്പില് ആനയുടെ പ്രതീകമായ ആനവണ്ടി പോകുന്നുണ്ട്. ആനവണ്ടി കൊള്ളാമല്ലോ. അത് തോൽപ്പെട്ടി കുട്ടയിലേക്ക് പോകുന്ന വണ്ടിയാണ്. കുട്ട എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും നമ്മുടെ ബോർഡർ, കർണാടക ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടയം. തോൽപ്പെട്ടി കുട്ട ആനവണ്ടി. ആനവണ്ടി ആനവണ്ടിയാണോ? ആനവണ്ടി.
അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ആ ഉണ്ണിയപ്പക്കടേന്റെ അടുത്തേക്ക് എത്താറായി. കാരണം പണ്ട് മുതലേ നമ്മൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കടയായിരുന്നു. കാരണം അവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഒന്ന് ടേസ്റ്റും അതിന്റെ സൈസുമാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളിത് ആ കടേന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഉണ്ണിയപ്പക്കട ഈ കാണുന്നത്. നമുക്ക് നേരെ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തിരുനെല്ലി അമ്പലത്തിലേക്കാണ് പോവുക. റൈറ്റിലേക്കാണെങ്കിൽ നമ്മൾ നേരെ തോൽപ്പെട്ടിയിലേക്കാണ് പോവുക. അപ്പോൾ നല്ല തിരക്കൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈസിനോടെ വണ്ടി എടുത്തിട്ടൊന്ന് പോയി നോക്കിയേക്കാം. നമ്മുടെ ഉണ്ണിയപ്പം കഴിച്ചേക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ണിയപ്പക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല തിരക്ക് വരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല മഴ പെയ്ത റോഡൊക്കെ നനഞ്ഞിരിക്കുക. അപ്പോൾ ഉണ്ണിയപ്പം കൊണ്ട് നമ്മുടെ റംബോ വരുന്നുണ്ട്. റംബോച്ചി നമ്മുടെ സാധനമായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാപ്പിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് വണ്ടിയിൽ വെച്ച് കഴിക്കാമെന്ന് ചോദിച്ചു. കാരണം വൈബ് ആസ്വദിക്കാൻ വന്നാൽ വൈബായിരിക്കണം. അപ്പം അങ്ങനെ നമ്മളെ കാപ്പി എത്തിയിട്ടുണ്ട്. ഉണ്ണിയപ്പം പൊക്കി പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ തിരുനെല്ലിക്കാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടയിലേക്ക് വന്ന വഴിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. ഉണ്ണിയപ്പം കണ്ടാ ഉണ്ണിയപ്പം കണ്ടു എടുത്തോ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് നമ്മുടെ തിരുനെല്ലി അമ്പലത്തിൻ്റെ അവിടം വരെ ഒന്ന് പോകാമെന്നാണ് ഈ പ്ലാന്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല വെട്ടിലാണ്. നിന്നല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ണിയപ്പം. കാരണം തിരുനെല്ലി അമ്പലത്തിൽ പോയി വരുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും ഇവിടെ എടുത്തിട്ടാണ് കഴിച്ചിട്ടാണ് പോവുക. അല്ലെങ്കിൽ ജസ്റ്റ് വാങ്ങിയിട്ടെങ്കിലും പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കാരണം ഇതിൻ്റെ സൈസാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഞാൻ കാണിച്ചാ നല്ല വലിയ ഉണ്ണിയപ്പമാണ്. കണ്ടില്ലേ? അതാണ് മെയിൻ. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അതിഥിനെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് സിംഹവാലൻ കുരങ്ങ്. ആശാൻ ചാടി ചാടി അങ്ങനെ പോകുന്നുണ്ട്. വാ.
നമ്മളങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പെട്ടെന്നൊരു കുട്ടിക്കാലത്തേക്ക് നമുക്ക് ഒരു നോട്ടം പോയത്. നമ്മുടെ പിള്ളേർ നല്ല മഡ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെയ്യുമ്പോൾ. അവിടെ നിന്ന് തെന്നി മാറിയപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഒരു വലിയ പാലവും അതിമനോഹരമായ ഒരു കുന്നും, ഫുൾ കോടയായി പുതച്ച് കിടക്കുന്ന ഒരു കുന്ന്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പിള്ളേരുടെ കളിയൊക്കെ കണ്ട് നല്ല കോടയും നല്ല മഴയുമാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനായി. കാരണം അത്യാവശ്യം സമയമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലേക്കായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഫോൺ ഓഫാക്കി വെച്ച സമയത്താണ് കുറച്ച് ആൾക്കാരെയും കൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതും കൂടി അങ്ങ് വിഷ്വൽ അങ്ങ് പകർത്തിക്കാൻ വെച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.